ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ടിഫിനിലൊക്കെ കൊടുത്തയക്കാനും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് കുറച്ച് സവാള, കുറച്ച് ക്യാരറ്റ് ഇത്രയും ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ചേർക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ മടിയുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അവർ കഴിക്കുമ്പോൾ ഇതൊന്നും അറിയാണ്ട് കഴിച്ചു പോയിക്കോളും. എന്നിട്ട് ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എരിവുള്ള രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് കുട്ടികൾക്ക് മധുരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒഴിവാക്കിയിട്ട് മുട്ടയും പഞ്ചസാരയും പാലും മാത്രം മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കി സ്റ്റെപ്പൊക്കെ അതുപോലെ ചെയ്യാം. ഇത് ഈ ഉള്ളി ഇതൊക്കെ ഇടുന്നൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ, മധുരത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഗോതമ്പ് സേമിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയാണ്. റാഗീൻ്റെ സേമിയ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല സാധാ സേമിയ മതിയെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ള സേമിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2-3 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അതല്ല ഇതുപോലെ കട്ടി കുറഞ്ഞ സേമിയ ആണെങ്കിൽ നേരിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡലി പാത്രം എടുക്കുക. എന്നിട്ട് അതിൽ നന്നായിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുട്ടയാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഓരോരോ സ്പൂണായിട്ട് എടുത്തിട്ട് ഈ കുഴിയിലൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഇഡലീൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക കേട്ടോ. അതിപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ തീ സ്ലിമ്മിലിട്ടുകൊണ്ടാണ് അത് അറിയാത്തത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവം റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾക്ക് ടിഫിനാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കറീൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ പാത്രത്തിൽ നിന്ന് എടുക്കാൻ കിട്ടും. എന്നിട്ട് നമുക്ക് എന്താണോ ഇനിയിപ്പോൾ ടിഫിനിലാണെങ്കിൽ ടിഫിനിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണെങ്കിൽ അങ്ങനെയാവും കേട്ടോ. വളരെ എളുപ്പമല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്